കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ. മാമ പാട്ടും പാടിക്കൊണ്ടിരുന്ന യൂട്യൂബിൽ റീച്ച് ഒന്നും കിട്ടത്തില്ല, ആൾക്കാർ കാണത്തുമില്ല. അതേ മോളെ, അത് പിന്നെ വേറൊന്നുമല്ല. അതായത് പിന്നെ ഞാൻ കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കിയത് ഈ യൂട്യൂബിൽ എങ്ങനെ ഇതിൻ്റെ ക്രൈറ്റീരിയാസ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കളിയും കാര്യം എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ കളി കഴിഞ്ഞു ഇനി കാര്യത്തിലേക്ക് കിടക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മണമുള്ള ലോഷൻ. മണമുള്ള ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോഷനും മണമില്ല, ചില ലോഷനൊക്കെ മണമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലോഷനിൽ മണം ചേർക്കുന്നത്, അതായത് പെർഫ്യൂം ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ നമ്മൾ കടകളിലൊക്കെ പോയി ലോഷൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചില ലോഷൻ മുകളിൽ നിന്ന് 2-3 അടപ്പെടുത്ത് ഒഴിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ മണം അങ്ങ് പോകും. ആ മണം എങ്ങനെ ലാസ്റ്റ് വരെ നിൽക്കും, എങ്ങനെ നിർത്താം, ഒരു പെർഫ്യൂംഡ് ലോഷൻ എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലോഷൻ ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യമായിട്ട് വേണ്ടത് ഒരു ലോഷൻ കിറ്റ്. അത് നമുക്ക് കൊല്ലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം അതുപോലെ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കടകളിൽ വാങ്ങാൻ കിട്ടും. കെമിക്കൽ കടകളുണ്ട്, അവിടെ വാങ്ങാൻ കിട്ടും. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാം. എൻ്റെ അറിവിൽ കൊല്ലത്ത് 2-3 കടകളുള്ളതായിട്ട് എനിക്കറിയാം. പ്രൊമോഷനല്ല, ഒരിക്കലും ഞാൻ പ്രൊമോഷൻ ചെയ്തില്ല. പിന്നെ ഇത് പെർഫ്യൂം, അറിയാം, ഇത് പറയണ്ടല്ലോ, അളവ് മാത്രമാണ്. ഇത് അൽഫോഴ്സ് ALFOH അൽഫോഴ്സ് എന്ന് പറയും. വെള്ളം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതായത് പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും പെർഫ്യൂം വെള്ളത്തോട് ചേരത്തില്ല. പിന്നെ ഇത് ലോഷൻ കോമ്പൗണ്ടാണ്. നമുക്ക് ഈ ലോഷൻ കോമ്പൗണ്ട് വെച്ച് ലോഷൻ കലക്കാൻ മിക്കവാറുള്ളവർക്ക് അറിയാം. അതെങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല. ഇത് അൽഫോഴ്സ് ആണ്. അപ്പോൾ ഈ അൽഫോഴ്സ് ഒരു 5 മില്ലി. അൽഫോഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ പെർഫ്യൂം വെള്ളത്തിനകത്ത് ഡയറക്റ്റായിട്ട് ജോയിൻ്റ് ആവില്ല. അതായത് നമ്മൾ ലോഷൻ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ അതല്ലെങ്കിൽ ഈ ഫിനോയിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ പെർഫ്യൂം ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കിടക്കും പെർഫ്യൂം. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇത് ഓയിൽ, പിന്നെ ഈ പെർഫ്യൂം എന്ന് പറഞ്ഞത് ഓയിൽ ബേസാണ്. ഇതിനെ വാട്ടർ ബേസാക്കി മാറണം. അതിനാണ് അൽഫോഴ്സ്. അപ്പോൾ നമ്മൾ ഒരു എളുപ്പപ്പണി, അതായത് വേറൊന്നുമല്ല, ഒരു 5 ml ഒരടപ്പ് പെർഫ്യൂം ഒഴിക്കുന്നു. ഈ ഒരടപ്പ് പെർഫ്യൂം ഒഴിക്കുമ്പോൾ ഈ അൽഫോഴ്സും ഒരടപ്പ് തന്നെ ഒഴിക്കണം. അതായത് അൽഫോഴ്സും ഒരു അടപ്പ് തന്നെ ഒഴിക്കണം. കൂടാനോ കുറയാനോ പാടില്ല, ശരിയാവത്തില്ല, സംഭവം പൊളിഞ്ഞു. അതായത് കറക്റ്റ് അളവായിരിക്കണം. ഒരടപ്പ് പെർഫ്യൂം നമ്മൾ ഒഴിക്കുമ്പോൾ ഒരടപ്പ് അൽഫോഴ്സും ഒഴിച്ചിരിക്കണം. അത് അടപ്പനകത്ത് ഒഴിക്കണം. അത് എന്തായാലും എളുപ്പമായി, നമുക്ക് കുലുക്കി ശരിയാക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നമുക്കതിന് തിരിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അത് നമ്മളിതിന് വാട്ടർ ബേസ് ആക്കുവാണ്. വാട്ടർ ബേസ് ഇതാകണ്ടില്ലേ, ഏകദേശം ഒരു പാലിൻ്റെ കളറിലേക്ക് വന്നു, കണ്ട. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഒഴിക്കുക. കുപ്പി അതിനകത്തൊന്നുമില്ല, ഈ കുപ്പിയൊന്നും താന്നു പോകേണ്ട അടുത്ത് കാണിച്ചത്, അതിനകത്തൊന്നുമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ വാട്ടർ ബേസ് ആക്കിയ പെർഫ്യൂമിനെയാണ് നമ്മൾ ഒഴിക്കുന്നത്. കണ്ട ലോഷൻ പോലൊക്കെ തോന്നും, വൈറ്റ് ലോഷൻ പോലൊക്കെ തോന്നും, വൈറ്റ് ഫിനോയിൽ പോലൊക്കെ തോന്നും. എന്നാൽ വൈറ്റ് ഫിനോയിലല്ല, ഇതുള്ളി പെർഫ്യൂം മാത്രമാണ്. ഫിനൈൽ ഇതിനകത്ത് ചേർന്നിട്ടില്ല.
അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ, ഇത് കണ്ട ഇത് താത്ത പിടിക്കുന്ന വെള്ളം ഒഴിക്കാനുള്ള സൗകര്യത്തിന് ഉണ്ടല്ലേ, ഇതിനകത്തൊന്നുമില്ല. ഇതാ ഇത് തന്നെയാണ്. ഇതാ ഈ പിന്നെ ലോഷൻ കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇടാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 50 രൂപ അല്ലെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ചിലർക്ക് നാണക്കേട ലോഷനൊക്കെ ഉണ്ടാക്കി അയ്യോ എന്തിന്, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. നമുക്ക് ആരും തരില്ല വെറുതെ പൈസ. ഇതാ ഒരു മിൽക്കി കളറിലേക്ക് വന്നത്. ഇത് പെർഫ്യൂം മാത്രമാണ്, ഇതിനകത്തൊന്നുമില്ല. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അൽഫോഴ്സ് അരയടപ്പ് നമ്മൾ ഒഴിച്ചു. ഇതാണ്ട് ഈ ഒരു ചെറിയ അടപ്പിൽ ആ അടപ്പ് ഇതിനകത്ത് വീണുപോയി. അത് ഓക്കെ. നമ്മൾ അതിൻ്റെ ഇതിൻ്റെ ഒരു ചെറിയ അടപ്പാണ് എടുത്തത്. ചെറിയ അടപ്പിൽ ഒരടപ്പ് പെർഫ്യൂം എടുത്തപ്പോൾ ഒരടപ്പ് അൽഫോഴ്സ് എടുത്തു. അതാണ് അതിൻ്റെ കണക്ക്. ഓക്കെ. അപ്പോഴേ ഒന്നുകൂടെ പറയാം, ഈ പെർഫ്യൂം ഓയിൽ ബേസ് ആണ്. ഇതിനെ വാട്ടർ ബേസ് ആക്കിയെങ്കിൽ മാത്രമേ അവസാനം വരെയും ഈ ഫിനൈലിന് അവസാനം വരെയും അതിൻ്റെ ആ ഒരു പെർഫ്യൂം, അതായത് മണം അതേപോലെ നിലനിൽക്കുള്ളൂ. പിന്നെ നമ്മളതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നു. അതായത് അരയടപ്പ് അതായത് ഉദാഹരണം പറയുന്നത് 5 ml 50 ml ഒന്നും വേണ്ട. 5 ml പെർഫ്യൂം എടുക്കുകയാണെന്നെങ്കിൽ 5 ml അൽഫോഴ്സ്, അങ്ങനെയാണ് 5 ml. 5 ml പെർഫ്യൂമിന് 5 ml പെർഫ്യൂമിന് 5 ml അൽഫോഴ്സ് ALFOH അൽഫോഴ്സ് 200. അൽഫോഴ്സ് 200 ആണ്. അപ്പോൾ ഇത് രണ്ടും ഇനി നമുക്ക് മാറ്റി വയ്ക്കുക, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പോട്ടെ, എന്നാലും ഇട്ടിട്ട് നോട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്തങ്ങ് നിറച്ച് മാറ്റും. ഞാനിങ്ങനെ താത്ത പിടിക്കുന്നത് ഈ പറയും പോലെ ഒന്നും ഒളിക്കാനല്ല, കാര്യം വെള്ളം ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗാനം ഇടയ്ക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്നെ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഉരുകുമെന്നുള്ളം ശീലിച്ചു പോയത് മാറാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം 1 ലിറ്റർ ഫിനൈൽ ഉണ്ടാക്കാൻ നമ്മൾ ഏകദേശം 1 ലിറ്റർ തന്നെ, അതായത് പെർഫ്യൂമിനെ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ ബേസ് ആക്കി. ഇനിയാണ് അടുത്ത പരിപാടി. അതേപോലെ വേറൊരു കുപ്പി എടുക്കുന്നു. ഈ ഫിനൈൽ 100 ml ആണ്. ഇത് 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഈ ഫിനൈൽ വെച്ചിട്ട് 5 കുപ്പി ലോഷൻ അല്ലെങ്കിൽ ഫിനൈൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പൊതുവെ ലോഷൻ എന്ന് പറയുന്നെങ്കിലും ഫിനൈൽ എന്നാണ് ശരിക്കും നമ്മൾ പറയേണ്ടതും, ശരിക്കുള്ള പേരും അത് തന്നെയാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 25 ml 25 ml കോമ്പൗണ്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കുന്നത് നല്ല കാര്യം. 25 അത്രയും മതി, എൻ്റെ ആവശ്യമുള്ളൂ. ഇതാ 25 വേണമെന്നില്ല, 20 ചെയ്യുന്നവരുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫിനൈൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ലോഷൻ കോമ്പൗണ്ട് രണ്ടും രണ്ടാണ് എങ്കിലും അതെങ്ങനെയാണ്, അത് രണ്ടും അതിൻ്റെ നേരത്തെ വീണ അടപ്പാണ്. ഞാൻ അടപ്പ് ഇടയ്ക്ക് കാണും. അപ്പോൾ 20 എടുക്കുന്നവരുണ്ട്, 25 എടുക്കുന്നവരുണ്ട്. 25 എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി കിട്ടും. അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ട കാര്യം അറിയാം. നിങ്ങൾക്ക് ഇതിനെ പറ്റി പ്രത്യേകിച്ച് ആർക്കൊന്നും പറഞ്ഞു തരേണ്ടതില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം മിക്കവാറും ഉള്ളവർക്ക് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലോഷൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെ അല്ലെങ്കിൽ ഫിനൈൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയേ ഉള്ളൂ സംഭവം. നൈസായിട്ട് ഒന്ന് ഇതാക്കി ഒന്ന് കുലുക്കി. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വാട്ടർ സൊല്യൂബിൾ പെർഫ്യൂം, അതായത് നമ്മൾ വാട്ടർ സൊല്യൂബിൾ പെർഫ്യൂം ആദ്യം ഉണ്ടാക്കി പിന്നീട് അത് 1 ലിറ്റർ വെള്ളത്തിനോട് ചേർത്തു. സാധാരണഗതിയിൽ വെള്ളത്തിനോട് ചേരത്തില്ല. വെള്ളത്തിനോട് പെർഫ്യൂം ചേരുമ്പോൾ ഈ ഒരു കളർ വരും, വെള്ള കളർ. പൂർണ്ണമായിട്ടുള്ള പരിപൂർണ്ണ കളർ വെള്ളം വരില്ല.
എങ്കിലും ഒരു ലൈറ്റ് മിൽക്കി കളർ വരും. ഇനി എന്നിട്ട് നമ്മൾ കുറേശ്ശത ഇതിനകത്തോട്ട് ഒഴിക്കാം. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കളഞ്ഞു വന്ന പൊയ്ക്കോട്ടെ, അത് തൽക്കാലം ഞാൻ സഹിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു പൈസ പോലും പോകില്ല കേട്ടോ. കാര്യം വെച്ചാൽ പൈസ ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ടാൽ എനിക്കറിയാതെ. ഇതാണ്ടേ, ഇത് ഞാൻ ഒഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചെന്ന് ഞാൻ പാട്ട് പാടുന്നത് എനിക്കത് പ്രശ്നമാവില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അന്ന് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. മിക്കവാറുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്നാലും അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും 10 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഈ 10 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറയുമ്പോൾ മിക്കവാറുള്ളവർക്കൊക്കെ നാണങ്ങൾ. അയ്യോ ലോഷനും ഈ പറയും പോലെ 10 പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 10 പേർക്ക് 10 ലോഷൻ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ കയ്യിൽ. 200 രൂപ വെറുതെ ആരെങ്കിലും കൊണ്ട് തരുമോ? ആരും തരില്ല. ആണ്ടേ, ഇപ്പോൾ തന്നെ തരുവാണോ? അടിപൊളി. ഏതൊരു സിനിമയിൽ തന്നെ തന്നെ എന്ത് ചെയ്തിട്ട് അടിപൊളി എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്ന് പറയല്ല, നല്ല മണമുണ്ട് കേട്ടോ. ഈ പെർഫ്യൂം ചേർത്ത വെള്ളം, ഇത് വെള്ളമാണ്. നിങ്ങൾ കണ്ടു, ഇത്ര നേരം ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നിങ്ങളൊന്നുമില്ല. പിന്നെ കണ്ടിന്യൂറ്റി ഇടയ്ക്കിടയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിർത്തി ചെയ്തിട്ടുണ്ട്. അതേ ഉള്ളൂ കാര്യം. ഞാൻ പറഞ്ഞു, നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ 1 രൂപ പോലും പാഴായി പോകില്ല. പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പിന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത് എങ്ങനെ, പിന്നെ അതുപോലെ തന്നെ ടൈൽ ക്ലീനർ അതെങ്ങനെ ഉണ്ടാക്കാം, പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് ഒക്കെ നമ്മളീ പറയുന്ന പോലെ നമ്മൾ കോമ്പൗണ്ട് മേടിച്ച് ചെയ്യാതെ ഇതൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ലാഭം ഉണ്ടാകും നമുക്ക്. ഹോൾസെയിൽ വിലയ്ക്കുമ്പോൾ താങ്കൾ ഒരു ക്വാളിറ്റി ഉണ്ടില്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. ഈ പതരം അടങ്ങും. കാര്യം വെച്ചാൽ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ടാണ് പത അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്താലേ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. വീഡിയോ നീണ്ടുപോകുന്നുള്ളതാണ് പ്രശ്നം. പത അടങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ ഒഴിക്കുക, നിറയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സംഭവം. അതുകൊണ്ടാ പത. അയ്യോ നീ കേറി. അപ്പോൾ ഈ പത അടങ്ങുന്നതനുസരിച്ച് ബാക്കിയോട് ഒഴിച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ ലോഷനായി. അപ്പോൾ ഇതൊരു നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടത് ആ മിൽക്കി ലോഷൻ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ മണം തുടക്കം തൊട്ട് ഫസ്റ്റ് ടു എൻഡ് ഒരേപോലെ ആയിരിക്കും. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല, ഞാൻ ഗ്യാരണ്ടി ചെയ്തു. നമ്മളിത് കടയിൽ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 60 രൂപ 80 രൂപ വരെ വാങ്ങുന്നവരുണ്ട്. അതായത് പെർഫ്യൂംഡ് ലോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ പിന്നെ മണം കാണും, പിന്നീട് ആ മണം അതുപോലെ അങ്ങനെ കാണത്തില്ല. പിന്നെ ഈ ഒരു അടപ്പ് നമുക്ക് ലോക്ക് ക്യാപ്പ് വാങ്ങാൻ കിട്ടും. അത് ഒരു അടപ്പ് 40 പൈസ വരെ വരുള്ളൂ. അതൊക്കെ പിന്നെ അത് സ്റ്റിക്കർ അതൊക്കെ ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നവർക്ക്. അത് അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാനാണെന്ന് ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോ കണ്ടവർ എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാര്യം വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്കും ഗുണം, നിങ്ങൾക്കും ഗുണപരമായിട്ടുള്ള വീഡിയോ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 5 പൈസ ആരുടെയും ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കി ആരുടെയും 5 പൈസ പോകില്ല, എനിക്കറിയാൻ പോകില്ല, ഉറപ്പുണ്ട്. അതിൻ്റെ ഇതിലാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇനി തുടർന്നുള്ള വീഡിയോകളുണ്ട് എല്ലാം. പിന്നെ അതായത് ക്ലീനിങ് ഐറ്റംസിൻ്റെ എല്ലാം എങ്ങനെ നമുക്ക് ചിലവ് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാം. ഇത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 രൂപ 50 പൈസ അല്ല 7 രൂപയ്ക്കകത്തേ ആവുള്ളൂ. പെർഫ്യൂം ലോഷൻ നമുക്ക് 40 രൂപയ്ക്ക് വിൽക്കാം. പോട്ടെ 30 രൂപ ആയിക്കോട്ടെ, എന്നാലും കിട്ടുമല്ലോ 20 രൂപ. ഓക്കെ, അങ്ങനെ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, പിന്നെ അതുപോലെ കമൻറ്റ് കഴിയുന്നതും ഷെയർ ചെയ്തൊക്കെ പോകും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ ടാറ്റ.